ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും ഒരു ട്രെയിലർ ഡേക്കോഡ് വീഡിയോയിലേക്ക് സാധനം. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ദുങ്കി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി, നമ്മുടെ സർക്കയുടെ പുതിയ മൂവിയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീകോഡിങ്ങിൻ്റെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. രാജ്കുമാർ ഹിറാനിയാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. മുൻ ചിത്രം വലിയ ഹിറ്റുകൾ തന്നെയായിരുന്നു. നമുക്ക് ഏറ്റവും ഉദാഹരണം 3 ഇഡിയറ്റ്സ് വരെയും ഗംഭീരം വിജയം നേടിയ നല്ലൊരു മൂവി തന്നെയായിരുന്നു രാജ്കുമാറിൻ്റെ. ഇതൊരു കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ SRK, നമ്മുടെ ഷാറൂഖ് ഖാൻ, തപസി പാനു തുടങ്ങിയവരൊക്കെ പ്രധാനമായി ഇമ്പോർട്ടൻ്റ് റോളിൽ വരുന്നത്. ഇതിൽ തുടക്കം തന്നെ ഒരു കോളേജുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെയാണ് കാണിക്കുക. അതായത് 4 സുഹൃത്തുക്കളുടെ കഥയാണ്. അപ്പോൾ ആ സുഹൃത്തുക്കൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു ക്ലാസ് മുറിക്ക് കാണിക്കുന്നുണ്ട്. അതിനെ തുടക്കത്തിൽ നല്ല കുറേ കോമഡികളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിലർ ഡ്യൂറേഷൻ ഏകദേശം 3 മിനിറ്റ് അതിൻ്റെ ഡ്യൂറേഷൻ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചിത്രം ഏകദേശം അത്ര ലെങ്ത് ഉണ്ടാകുന്ന കാര്യം യാതൊരു സംശയവും ഉണ്ടാവില്ല. പക്ഷെ അതുപോലെ തന്നെ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും സബ്ജക്റ്റിൽ എന്താ പറയുക, നല്ലൊരു സബ്ജക്റ്റ് തന്നെയാണ്. എനിക്കൊന്നും ഷാറൂഖ് ഖാൻ്റെ മുൻ ചിത്രങ്ങളെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ കഴിഞ്ഞ വട്ടം ഇറങ്ങിയ പല ചിത്രങ്ങളെ അപേക്ഷിച്ച് അത് അശ്ലീല സംഭാഷണങ്ങളിൽ അശ്ലീലമായിട്ടുള്ള രംഗങ്ങൾ, അതുപോലെ തന്നെ സീൻസ്, ഡ്രസ് കോഡിങ്, ആ പറഞ്ഞ പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ക്ലീൻ നല്ലൊരു ചിത്രം തന്നെയായിരിക്കും. കണ്ടപ്പോൾ തന്നെ വ്യക്തമാണ്. ട്രെയിലറിലൊക്കെ നല്ലൊരു നീറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തൊരു ആസ്വാദനം പിടിച്ചിടാൻ കഴിയുന്നുണ്ട്. ട്രെയിലർ തുടക്കത്തിലൊക്കെ കുറച്ച് ചടപ്പിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് നല്ല മൂവിങ് ആയിട്ട് നല്ല BGM സ്കോറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ അവസാനം ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു സ്റ്റോറി എന്താണെന്നൊക്കെ മുന്നേ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് വ്യക്തമായിട്ട് ചിത്രത്തിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ട്രെയിലർ എത്രത്തോളം നമുക്ക് കാണിക്കാൻ സാധിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി തന്നെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അവർ കാണിച്ചു വെച്ചിട്ടുള്ളത്. അതിന് കാരണം അതിന് എന്താണ് അതിൻ്റെ സ്റ്റോറി ലൈൻ എന്ന് അറിയുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. ഇത് സ്റ്റോറി എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ നാട്ടിൽ നിന്നും അത് അന്യ രാജ്യത്തേക്ക് പോകുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ കഥയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മൾ പല രാജ്യങ്ങൾക്കും ജോലി അന്വേഷിച്ച് പോകാറുണ്ട്, അല്ലെങ്കിൽ അവിടെ ചതിലകപ്പെട്ട് പോകാറുണ്ട്, അല്ലെങ്കിൽ അവിടെ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ജാതിയുടെ പേര് പറഞ്ഞിട്ട് അതൊക്കെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇതിൽ ചോദിക്കുന്നുണ്ട് പഞ്ചാബ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതാണ് എൻ്റെ കഥ. അതായത് ജോലി അന്വേഷിച്ച് വേറൊരു നാട്ടിൽ അകപ്പെട്ട് പോകുന്നു, അല്ലെങ്കിൽ അവിടേക്ക് എത്തിപ്പെടുന്നു. പിന്നീട് നടക്കുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ അവരനുഭവിക്കേണ്ട പ്രശ്നങ്ങളൊക്കെയാണ് നല്ല വ്യക്തിയോട് കൂടിയിട്ടാണ് രാജ്കുമാർ പറയാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും വ്യക്തമായി തന്നെ മനസ്സിലാണെങ്കിൽ ചിത്രം ഡിസംബർ 21 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അന്ന് ഇറങ്ങിയാൽ മാത്രമാണ് നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ സാധിക്കുള്ളൂ. എന്തായാലും SRKയ്ക്ക് വേണ്ടി പാട്ടുകളും ഡാൻസും എല്ലാം തന്നെ ചിത്രത്തിലുണ്ട്. ഇമോഷണലായിട്ട് നല്ല രീതിയിൽ തന്നെ പ്രഷർ കണക്ട് ചെയ്യാൻ സാധിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ ജവാനേക്കാൾ വലിയൊരു വിജയം നേടാൻ ചാൻസ് ഉള്ള നല്ലൊരു മൂവി തന്നെ ദുങ്കി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. അതുപോലെ തന്നെ ക്രിസ്മസ് ആണ്. നമ്മുടെ കേരളത്തിൽ എത്രമാത്രം സെൻറ്റേഴ്സ് കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയം തന്നെയാണ്. കാരണം ക്രിസ്മസ് റിലീസിൽ ഒരു സലാർ വരുന്നുണ്ട്. ഏകദേശം 250 സ്ക്രീനിലാണ് സലാർ വരാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ലാലേട്ടൻ്റെ നേരെന്ന് വേണ്ട മൂവി വരുന്നുണ്ട്. ഇതുവരെയും പോസ്റ്റേഴ്സ് ഒട്ടും യാതൊരു പ്രതീക്ഷയും നൽകുന്നില്ല. എനിക്ക് വലിയൊരു പ്രതീക്ഷയില്ലാത്ത ഒരു ചിത്രം തന്നെയാണ്. എങ്കിൽ പോലും വേറെ സൈലൻ്റായി വന്ന് ഹിറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നേരിൻ്റെ പോസ്റ്റേഴ്സ് മാത്രമാണ് പുറത്തോട്ട്. പോസ്റ്റേഴ്സും കാണുമ്പോൾ ഒരു ഹുമ്മില്ല. അതുപോലെ തന്നെ അതിൻ്റെ ടീസർ ട്രെയിലർ എന്തെങ്കിലുമൊക്കെ അറിയിക്കാൻ ശേഷം മാത്രമായിരിക്കും നമുക്കൊരു വലിയൊരു എന്താണ് നേര് ഉദ്ദേശമുള്ളതെന്ന് പറയാൻ സാധിക്കുള്ളൂ. എങ്കിലും നേരൊരു കോർട്ട് റൂം ഡ്രാമ തന്നെയാണ്. എനിക്കൊന്ന് മേൽവിലാസത്തിന് ശേഷം കംപ്ലീറ്റ്ലി ഒരു കോർട്ട് റൂം ഡ്രാമ ഒരു പക്ഷേ നമ്മുടെ നേരെന്ന് വേണ്ട മൂവിയിലായിരിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നേര് വലിയൊരു വിജയമാവട്ടെ എന്ന് വിചാരിക്കുന്നു. കാരണം നേര് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഡിസംബർ 21 22 സലാർ എന്ന് വേണ്ട റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദുങ്കി, അതുപോലെ ഇത്രയേറെ ചിത്രങ്ങളെ റിലീസ് ചെയ്യാൻ വേണ്ടി ക്രിസ്മസ് റിലീസായിട്ട്. അപ്പോൾ ദുങ്കിയെക്കുറിച്ച് എനിക്ക് ഇത്രയൊക്കെയാണ് സംസാരിക്കാനുള്ളൂ. എന്തായാലും ദുങ്കി എന്നുള്ള മൂവി വലിയൊരു വിജയമാവട്ടെ. എന്തായാലും SRKയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങൾ ദുങ്കിക്ക് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഒരു ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്തിരിക്കും. ബൈ ഫ്രണ്ട്സ്.